ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരീരത്തിന് വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് ചില മെത്തേഡുകളുടെ അല്ലെങ്കിൽ ചില ഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. പ്രത്യേകിച്ചും പിൻഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം വരുത്തുന്ന പല മെത്തേഡുകളും ഉണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനകത്തുള്ള ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പങ്ക് ഈ ഭാഗം വഹിക്കുന്നുണ്ട്. അതുപോലെ ഏത് വസ്ത്രം ധരിച്ചാലും അവരെ കൂടുതൽ ആകർഷണമുള്ളതാക്കുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പാണ്. യഥാർത്ഥത്തിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ കാമത്തെ കൂടുതലും ശക്തമാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഊർജ്ജമാണ്. ഒന്ന് പുരുഷ ഊർജം, മറ്റൊന്ന് സ്ത്രൈണ ഊർജം. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു വലിയൊരു ശക്തിയായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിപ്പിക്കുന്നത് മാറിടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗമാണ്. തന്നെയല്ല, ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആകർഷണം കൂടുതൽ തോന്നിപ്പിക്കുന്ന പല മെത്തേഡുകളും ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ചില രീതികളുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനകത്തൊരു രീതിയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ അതിനകത്ത് സ്വാഭാവികമല്ലാത്ത ഏതോ ഒരു ആക്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആകാംക്ഷ കൂടുന്തോറും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്ലഷർ പോയിൻറ്റുകളെ ഇത് ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ ബന്ധപ്പെടുന്നതിനകത്ത് സാധാരണ രീതിയിലും ചെയ്യാം, കുറച്ച് വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. കാരണം അവർക്കിതിനോട് എന്നും ഒരു താല്പര്യം കൂടുതലായിരിക്കും. വ്യത്യസ്തമായ രീതികളാണ് ഇതിനകത്തുള്ളത്. മിക്കവാറും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേക എനർജി ലെവൽ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ ഇതിനിടയ്ക്ക് പ്രണയത്തിൻ്റെ ഒരു സ്പാർക്ക് വേണം, എന്നാൽ ചിലർക്കങ്ങനല്ല, കാമത്തിൻ്റെയാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് വിധേയത്വത്തിൻ്റെ ഒരു ഭാവം വന്നെങ്കിൽ മാത്രമേ ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റൂ. എന്നുവെച്ചാൽ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിനോടുള്ള ഇഷ്ടമല്ല അവരുടെ കാമവികാരത്തെ ഉണർത്തുന്നത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില പ്രത്യേക ഭാഗത്തോട് അമിതമായ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രൈണ ഊർജം ചെയ്യിപ്പിക്കുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിൻഭാഗത്തിൻ്റെ സൗന്ദര്യം. കാരണം ഇതിനോടുള്ള പുരുഷൻ്റെ ഒരു ക്രേസ് ഉണ്ടല്ലോ, അതവർക്ക് നന്നായിട്ടറിയാം. ഇവിടെ പുരുഷ ഊർജത്തിനകത്ത് കുറച്ച് ബോൾഡായിട്ടുള്ള ഭാവം വരുന്നുണ്ട്, ചിന്തകൾ വരുന്നുണ്ട്. എന്നാൽ സ്ത്രൈണ ഊർജത്തിനകത്ത് അങ്ങനെയല്ല, അവിടെ വിധേയത്വത്തിൻ്റെ ഒരു ഭാവം വരുന്നുണ്ട്. ചില മെത്തേഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം, ചെയ്യുന്ന ആളിൻ്റെ ആ ഒരു ആസ്വാദന രീതിയല്ല ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ. രണ്ട് വ്യത്യസ്തമായ സങ്കല്പത്തിലാണ് ഇവിടെ ഊർജം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ മെത്തേഡിനും അങ്ങനൊരു രീതിയുണ്ട് കേട്ടോ. ചെയ്യുന്ന ആളിന് കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ഭാവമുണ്ട്, എന്നാൽ ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ പൊസിഷൻ ഒരു വിധേയത്വത്തിൻ്റെയാണ്. അതുകൊണ്ട് പ്രകൃതിയാൽ തന്നെ എപ്പോഴും ഓപ്പോസിറ്റുള്ള ഊർജ്ജങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? കാമത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഏത് ഊർജ്ജമാണോ അതിൻ്റെ ഓപ്പോസിറ്റിനെ ആകർഷിക്കണം. ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവരോട് ഈ സമയത്ത് അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതോ സംസാരിക്കുന്നതോ അത്ര ഇഷ്ടമല്ല. ചിലർക്കാണെങ്കിൽ കാമപരമായിട്ടുള്ള പ്രണയത്തിനോട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഷെയറിങ്ങിനോടൊരു പ്രത്യേക താല്പര്യമാണ്. ഇപ്പോൾ പങ്കാളികൾ തമ്മിലാണെങ്കിലും വികാരത്തിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ പങ്കാളി മുകളിൽ വരുന്ന സമയത്ത് ഫേസ് ടു ഫേസ് അല്ലാത്ത രീതിയുണ്ട്, അവിടെയും ഈ ഭാഗത്തിൻ്റെ സൗന്ദര്യം വ്യക്തമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനോടാണ് ഇഷ്ടം. ഈ പങ്കാളികൾ തമ്മിലാണെങ്കിലും മടുപ്പില്ലാതെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ആകർഷണത്തിൻ്റെ ഒരു സ്പാർക്ക് വേണം. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനോട് ഒരിഷ്ടം കൂടുതലായിട്ട് വേണം. ഇതിനകത്ത് സ്ത്രൈണത കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, അതുപോലെ പൗരുഷം കൂടിയവരുണ്ട്. അങ്ങനെ പല തരത്തിലാണ്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയുടെ ഈ ഒരു ഭാഗത്തിനോട് ഒരു പ്രത്യേക ആകർഷണവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റും. ഒരു പക്ഷേ ചേർന്ന് നിന്നുള്ള ഒരു ചുംബനം മാത്രം മതി. ചില പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടാറേ ഇല്ല, സാഹചര്യം ഉണ്ടെങ്കിലും. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഊർജത്തിൻ്റെ കാര്യമുണ്ടല്ലോ, അതിവിടെ പ്രവർത്തിക്കുന്നില്ല.
രണ്ടാമത്തെ കാര്യം, പരസ്പരമുള്ള ആകർഷണം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മെത്തേഡിനോട് അല്ലെങ്കിൽ ഒരു രീതിയോട്, ഒരു ഭാഗത്തിനോട് തീവ്രമായ ഒരു ആകർഷണം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏത് രീതി ആയിക്കോട്ടെ, ഇതുപോലെ പിറകിൽ നിന്നോ അല്ലാതെയോ ഏത് രീതി ആയിക്കോട്ടെ, ഏത് ഫാൻറ്റസിയിൽ കൂടിയാണ് അല്ലെങ്കിൽ ഏത് സങ്കല്പത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത്, അതിനകത്താണ് യഥാർത്ഥ ആനന്ദം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഈ പങ്കാളികൾ തമ്മിലുള്ള ആകർഷണം ദീർഘനാൾ നിലനിർത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഭാഗത്തിനോട് അല്ലെങ്കിൽ ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തിന് ഷേപ്പ് കൊടുക്കുന്നത് ഹിപ്പ് ബോണും അതുമായിട്ട് ബന്ധപ്പെട്ട മസിൽസുമാണ്. അതുപോലെ ഫോർപ്ലേ സമയത്താണെങ്കിലും എവിടെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, അത് രണ്ടുപേരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ആ ഒരു കാമം അല്ലെങ്കിൽ ഇഷ്ടം പല തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. ഈ പിൻഭാഗ രീതിക്ക് തന്നെ ചില വേരിയേഷൻസ് ഉണ്ട്. ചിലർക്ക് അതിനോടാണ് ഇഷ്ടം, ചിലർക്ക് ഫേസ് ടു ഫേസ് അല്ലാത്ത രീതിയോടാണ് ഇഷ്ടം. ഈ സമയത്ത് അവർക്കൊരു പ്രത്യേക ആത്മവിശ്വാസം കൂടുന്നുണ്ട്. കാരണം ഈ സമയത്ത് അവരുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഏത് ഷെയറിംഗ് ആണെങ്കിലും നമ്മൾ നോക്കിയാൽ അറിയാം, മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറ്റിയ ഒരു പങ്കാളി വരുന്നത് കൊണ്ടാണ്. അതുപോലെ ചിലരെ സംബന്ധിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി വരുത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പങ്കാളിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പുരുഷന് മാത്രമേ അവരുടെ സ്നേഹവും ആകർഷണവും ഒക്കെ നേടാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദമ്പതികളെ സംബന്ധിച്ചാണെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് വ്യത്യസ്ത രീതി ചെയ്യണമെന്നുണ്ടെങ്കിലും ആരോഗ്യം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് നട്ടെല്ലിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു വ്യായാമമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും അരഭാഗത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസം കിട്ടും. ശരിക്കും പറഞ്ഞാൽ പലർക്കും ലൈംഗികതയോട് ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നത് ഈ ശാരീരികമായ പരിമിതികൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്താണെങ്കിലും മുന്നോട്ട് കുറച്ച് ബെൻഡ് ചെയ്യുന്ന ആ ഒരു രീതി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാലിൻ്റെ മൂവ്മെൻറ്റ്സ്. ഏത് രീതിയിലും നിൽക്കാനും ഇരിക്കാനും ഒക്കെ കഴിയണം. അതുകൊണ്ട് ഈ ഒരു കാര്യം ദീർഘനാൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാ ദിവസവും കുറച്ച് സമയം വ്യായാമം ചെയ്യണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.